നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യാറില്ല തോരൻ വെക്കാൻ വേണ്ടി, അതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വലുപ്പമുള്ളത് വേണമെന്നില്ല, ഒരു ചെറിയ ഉരുളക്കിഴങ്ങായാലും മതി. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും കൂടെ ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് ചെയ്യാണ് ഏറ്റവും എളുപ്പം. പിന്നെ ഇതിലേക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ എരിവിന് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് എണ്ണയാക്കിയതിന് ശേഷം ഇതിനെ കുട്ടി കുട്ടി ബോളാക്കിയെടുക്കുക. നല്ല കുട്ടി ബോൾസ് മതി. നമ്മൾ ഷോർട്ട്സൊക്കെ കഴിക്കില്ലേ, അതിൻ്റെ ഒരു വലുപ്പത്തിൽ മതി, ഒരുപാട് വലുപ്പം വേണ്ട. നമ്മൾ കാരണം കുഞ്ഞായിട്ടുള്ള സ്നാക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില 2 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തത്, പിന്നെ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, എണ്ണ കുറച്ചൊന്നും ഒഴിക്കണം. നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും പുട്ടിനൊക്കെ ഉണ്ട പിടിക്കുന്ന പോലെ, അല്ലെ ലഡുവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഇപ്പോൾ നോക്കുമ്പോൾ ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഉണ്ട പിടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടയായിട്ട് നിൽക്കണം, കണ്ടില്ലേ? എന്നിട്ട് നമ്മളിത് തൊടുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പോകാൻ വേണം. ഈ ഒരു പരുവത്തിലായാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കുറേ നേരം ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നോർമൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ നോക്കുക. ഇത് സാധാരണ നമ്മളെ സ്നാക്ക് പോലെയല്ല കേട്ടോ. സാധാരണ നമ്മൾ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് അത് ഒത്തിരി നേരമൊന്നും ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല. ഇങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ച് ചെയ്യുന്ന സമയത്ത് കുറേ നേരം ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നോമ്പുകൾക്കൊക്കെ നേരത്തെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ മാവിനെ 2 പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു പീസ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് വട്ടത്തിൽ പരത്തിയെടുക്കുക. പിന്നെ ഒരുപാട് തിന്നാക്കി എടുക്കണ്ട, കാരണം നമുക്കിത് കട്ട് ചെയ്ത് പിന്നെ നമ്മളതൊന്ന് ചെയ്ത് ഷേപ്പാക്കി വരുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഒരുപാട് തിന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പരത്തിയത് എങ്ങനെയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ആ സൈഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കുഞ്ഞു സ്ക്വയർ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ മസാല കുഞ്ഞു ഷോർട്ട്സിൻ്റെ വലുപ്പത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മസാല ഇതേപോലെ എല്ലാത്തിൻ്റെ മേലെയും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ 4 സൈഡിൽ നിന്നും മേലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ക്രിസ്പിയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് എണ്ണ കയറില്ല, അപ്പോൾ ഒട്ടുന്നതിൻ്റെ എണ്ണയും കുടിക്കില്ല. നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എവിടെയെങ്കിലും ഓപ്പണായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാവുക. നല്ല കുട്ടി സ്നാക്കാണ്. ഇതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5-6 ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ആ സംഭവം ഫ്രീസറിൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. 1 മാസത്തോളം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോമ്പിന് മുമ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. എന്നിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ചെയ്യാം. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അധികം എണ്ണയൊന്നും കുടിക്കാത്തൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം.
നല്ലൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.